പ്രിയമുള്ളവരെ, സിനിമാളിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ സമീപിക്കുന്ന വിഷയം ഇക്കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പരമ്പരാഗത മാധ്യമങ്ങളിലും ടെലിവിഷനിലടക്കമുള്ള മാധ്യമങ്ങളിലൊക്കെ തന്നെ കോളിളക്കമുണ്ടാക്കിയ സിനിമാ രംഗത്തെ ഒരു പ്രശ്നമാണ്. അതായത് സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ രമേശ് നാരായണൻ അഭിനേതാവായ ആസിഫ് അലിയെ ഒരു വേദിയിൽ വെച്ച് അപമാനിച്ചു എന്ന വിഷയമാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ അത് പ്രാഥമികമായി അതിവിടെ പറയാം. ഇത്രയേ ഉള്ളൂ. മുതിർന്ന സാഹിത്യകാരനായ MT വാസുദേവൻ നായരുടെ 9 കഥകൾ വിവിധ ഷോർട്ട് ഫിലിമുകളായി ടെലിഫിലിമുകളായി എടുക്കുകയും അത് ആന്തോളജിയായി വെബ് സീരീസായി പുറത്തിറങ്ങുകയാണ്. വിവിധ സംവിധായകരാണ്. അതിലൊരു സിനിമ ജയരാജാണ് സംവിധാനം ചെയ്യുന്നത്. അതിൻ്റെ സംഗീത സംവിധാനം രമേശ് നാരായണൻ നിർവഹിച്ചിരിക്കുന്നു. ഈ വെബ് സീരീസിൻ്റെ ട്രെയിലർ MTയുടെ 91ാം ജന്മദിനത്തിൽ എറണാകുളത്ത് വെച്ച് ട്രെയിലർ പ്രകാശനം ചെയ്യുന്ന വേദി ആണ്. അവിടെയാണിത് നടന്നത്. മമ്മൂട്ടിയും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ പങ്കെടുത്തിട്ടുണ്ട് അതിൽ. അപ്പോൾ അതിൽ വെച്ച് ഈ രമേശ് നാരായണനുള്ള ഒരു ഉപഹാരം, ആ വേദിയിൽ പങ്കെടുത്തതിനോ അല്ലെങ്കിൽ ആ സിനിമയിൽ സഹകരിച്ചതിനുള്ള ഒരു ഉപഹാരം ശ്രീ ആസിഫ് അലി കൊടുക്കുകയും, എന്നാൽ ആസിഫ് അലിയിൽ നിന്ന് അത് സ്വീകരിക്കുമ്പോൾ തന്നെ ഒരു നീരസം പോലെ അദ്ദേഹത്തെ, ഈ തന്ന ആളെ അല്ലെങ്കിൽ ആസിഫ് അലിയെ പരിഗണിക്കാതിരിക്കുകയും തൻ്റെ പെട്ടെന്ന് തന്നെ ദൂരെ ഇരിക്കുന്ന ജയരാജിൽ നിന്ന് അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ജയരാജിനെ വിളിച്ചു വരുത്തുകയും ആസിഫ് അലി വളരെ പക്വതയോടുകൂടി, വളരെ സൗമ്യതയോടുകൂടി, വളരെ ഒരു ചിരിയോടുകൂടി അത് പോവുകയും ചെയ്ത സംഭവമാണ്. ഇതിനെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി രമേശ് നാരായണനെതിരായി പലരും, സിനിമാ രംഗത്തുള്ളവരും പുറത്തുള്ളവരും സാധാരണ ജനങ്ങളും എല്ലാം തന്നെ ഇതിനെ അപലപിച്ചു. അദ്ദേഹം ഒരു ഖേദപ്രകടനവുമായി രംഗത്ത് വന്നു. പക്ഷേ ഖേദപ്രകടനത്തിലും ചില കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ആസിഫ് അലി തനിക്കാണോ തന്നത് അതോ താൻ ആസിഫ് അലിക്കാണോ കൊടുക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള ചില കിടന്നുരുളുകളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിനിമാ രംഗത്ത് പ്രത്യേകിച്ചും മറ്റ് സാംസ്കാരിക മേഖലകളിലും നിലനിൽക്കുന്ന ചില മേൽക്കീഴ് ബന്ധങ്ങളെക്കുറിച്ചാണ്. അതായത് താൻ ഒരു വലിയ ആളാണ്, എഴുത്തുകൊണ്ടും അല്ലെങ്കിൽ സംഗീത ജ്ഞാനം കൊണ്ടും അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ പരിചയം കൊണ്ടും അല്ലെങ്കിൽ താൻ ചെയ്തിട്ടുള്ള നിരവധി സംഗീത പരിപാടികൾ കൊണ്ടും സിനിമയിലെ ഗാനങ്ങൾ കൊണ്ടുമൊക്കെ തന്നെ താൻ വളരെ വലിയൊരാളാണ്, പ്രായം കൊണ്ടും മുതിർന്ന ആളാണ്, ചിലപ്പോൾ ജാതി മത സമുദായം കൊണ്ടും മുതിർന്ന ആളാണ്. ഇതിൽ നിന്ന് താഴ്ന്ന ആളുകളിൽ നിന്ന് ചിലപ്പോൾ അവർ അഭിനേതാവ്, ഉദാഹരണത്തിന് ഇപ്പോൾ സിനിമയിൽ ഞാൻ സംഗീതം നൽകുന്നു എന്നുണ്ടെങ്കിൽ പോലും അതിൽ അഭിനയിക്കുന്നവർ അല്ലെങ്കിൽ അതിൽ മറ്റ് രീതിയിൽ ഉള്ളവരൊക്കെ തന്നെ സംഗീതത്തോളം പവിത്രമായ ഒരു മേഖലയിൽ നിന്നുള്ളവരല്ല എന്ന് കരുതുക. അതോടൊപ്പം തന്നെ പരിചയക്കുറവോ അല്ലെങ്കിൽ പ്രായത്തിൻ്റെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള അവഗണനകളുമൊക്കെ തന്നെ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു ആവിഷ്കാരം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗീതം പോലെയുള്ള ഒരു ആവിഷ്കാരം, സർഗാത്മകത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ളൊരു ആലോചനയിലാണ് അദ്ദേഹം എത്തിച്ചേരുന്നതെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ, അദ്ദേഹം ചെയ്യുന്ന സർഗാത്മക ആവിഷ്കാരത്തിൻ്റെ ഫലമെന്താണ് എന്ന് ചിന്തിക്കാൻ അനുവാചകർ തീർച്ചയായും നിർബന്ധിക്കപ്പെടും. ഇതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം, നമ്മുടെ മലയാള സിനിമാ മേഖലയിൽ ഇപ്പോൾ നടി ആക്രമിച്ച പ്രശ്നം വന്നപ്പോഴാണ് സ്ത്രീകൾക്ക് ഇവിടെ നേരിടുന്ന വിവേചനം, ആ വിവേചനത്തെ സംബന്ധിച്ച് സർക്കാർ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വീകരിക്കുകയും, എന്നാൽ ആ റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഗവൺമെൻറ് എത്തിച്ചേരുകയും അതിനെ സംബന്ധിച്ചുള്ള വിവിധ വിവാദങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ നമുക്ക് കാണാവുന്നത് ഈ രംഗത്ത് അത്രമാത്രം വിവേചനങ്ങൾ, സാമ്പത്തികമായ വിവേചനങ്ങൾ, വർഗപരമായ വിഭജനങ്ങൾ, ലിംഗപരമായ വിവേചനങ്ങൾ, തൊഴിൽപരമായ, അതായത് ഓരോ രംഗത്തുമുള്ള ഓരോ തൊഴിലിൻ്റേതായ വിവേചനങ്ങൾ, അതുപോലെ തന്നെ പല രീതിയിലുള്ള വിവേചനങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വാസ്തവമാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇതെല്ലാം തന്നെ മാന്യതയുടെ പേരിൽ അല്ലെങ്കിൽ സൗകര്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന പേടിയുടെ പേരിൽ പലരും പറയാതിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറയാതിരിക്കുന്നത് കൊണ്ട് ഇപ്രകാരമുള്ള സംഭവങ്ങളില്ല. ഇപ്പോൾ ഞാൻ അടുത്തിടെ മരിച്ച തമിഴ് സിനിമയിൽ അന്തരിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും എല്ലാം നിറഞ്ഞു നിന്ന വിജയകാന്ത് അവിടെ
തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ ചെയ്തൊരു കാര്യം, അത് ചെയ്തു എന്ന വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം അതാണ്. ഒരു സിനിമാ സെറ്റിൽ എല്ലാവർക്കും ഒരേ തരം ഭക്ഷണം ആണ്, താനും ആ ഭക്ഷണം കഴിക്കും എന്ന് സൂപ്പർ താരം എന്ന് കരുതപ്പെടുന്ന ഒരാൾ പറയുമ്പോൾ അവിടെ അപ്രകാരമുള്ള ഭക്ഷണമല്ല വിതരണം ചെയ്യുന്നത് എന്ന കാര്യം പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പിന്നെ മറ്റ് സൗകര്യങ്ങളില്ല. അവർക്ക് ഇപ്പോൾ ഇന്നലെ തന്നെ എന്നോടൊരു അസോസിയേറ്റ് ക്യാമറാമാൻ യാദൃച്ഛികമായി സംസാരിക്കുകയുണ്ടായി. അവർക്ക് സമയക്ലിപ്തതയില്ല, പ്രതിഫലം പലപ്പോഴും ലഭിക്കുന്നില്ല, ഇതൊന്നും തന്നെ പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ നിൽക്കുന്നു. അവരുടെ സംഘടനകൾ പോലും ആ സംഘടനകളിലെ മുതിർന്ന ചില ആളുകളുടേതായ നിയന്ത്രണത്തിലാണ് അപ്രകാരം. അപ്പോൾ അതൊക്കെ തന്നെ ഇതിനെ കാണിക്കുന്നത്. ഇതിലൊക്കെ തന്നെ പലരും പ്രതികരിക്കുന്നതിന് മടിക്കുന്നു. ആ വേദിയിലുള്ള പല പ്രമുഖരും എന്തുകൊണ്ട് ഒന്നും പറഞ്ഞില്ല എന്ന ചോദ്യം ഉയർന്നു വരികയുണ്ടായി സമൂഹത്തിൽ അതേ സംബന്ധിച്ച്. അപ്പോൾ പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്, ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ സംബന്ധിച്ചുള്ള വലിയ കോലാഹലങ്ങളാണ്. അത് 1-2 ദിവസം നിൽക്കും, അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ നിൽക്കും. ഇതും അപ്രകാരം തന്നെ കെട്ടടങ്ങി പോകുമെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതിൽ ഒരു വേട്ടയാടലിൻ്റെ സ്വഭാവം, സൈബർ വേട്ടയാടലിൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ അതും നമ്മൾ അപലപിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ അത് കാണുന്നില്ല. ഇവിടെ സൈബർ രംഗത്ത് എല്ലാവരും സൈബറിൽ രമേശ് നാരായണനെതിരായിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചു അദ്ദേഹത്തെ എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും അതൊരു വേട്ടയാടലാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുകയില്ല. കാരണം അതിലുള്ള മെറിറ്റ്, ആ ഒരു പ്രശ്നത്തിൽ ജനങ്ങൾ എപ്രകാരമാണ് വളരെ സൗമ്യതയോട് കൂടിയിട്ടും അതിൽ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ പിന്നെ അത് ഏറ്റെടുക്കേണ്ട കാര്യമില്ല, അത് നമ്മൾ അംഗീകരിക്കുന്നുമില്ല. പക്ഷേ ഇപ്രകാരം ഒരു കലാരംഗത്ത് നമ്മൾ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് അല്ലെങ്കിൽ നമ്മളുടെ കലാസബര്യ എന്നൊക്കെ വളരെ ഡെക്കറേഷനോടുകൂടി പറയുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ചും മാനുഷികമായ സഹജീവികളോടുള്ള സ്നേഹം, സഹജാവബോധം, ഐക്യബോധം, പരസ്പരത്വം, പരസ്പര ധാരണ, സ്നേഹം, ഇതെല്ലാം അതിൽ വെളിവാകണം. അത് വെളിവാകുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. ഇതിൽ തന്നെ 91 വയസ്സുള്ള MT വാസുദേവൻ നായർ 71 വയസ്സുള്ള മമ്മൂട്ടിയെ കെട്ടിപ്പിടിക്കുകയും മമ്മൂട്ടിയുടെ നെഞ്ചോട് ചേർത്ത്, സാധാരണ മുതിർന്ന ആളുകളുടെ നെഞ്ചിലാണ് പ്രായം കുറഞ്ഞവർ കെട്ടിപ്പിടിക്കുമ്പോൾ തല വയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അതിന് പകരം നേരെ തിരിച്ച് അദ്ദേഹം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ സ്നേഹം അറിയിക്കുകയൊക്കെ ചെയ്ത ഒരു ഇതിൽ ഇത്തരത്തിലുള്ള വളരെ വേദനാകരമായ ഒരു കാര്യം ആസിഫ് അലി നേരിടേണ്ടി വന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിനുള്ള എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയും അതുപോലെ തന്നെ രമേശ് നാരായണൻ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു തിരുത്തൽ പ്രക്രിയ തൻ്റെ നിലപാടുകളിൽ അറിയാതെ വന്നതാണെങ്കിൽ അത് തുറന്നു പറയുകയും, അതല്ല അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിൽ അത് സമൂഹം സ്വീകരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി അതിൽ വേണ്ട രീതിയിലുള്ള ഖേദപ്രകടനവും തിരുത്തലുകളും ചെയ്യണം എന്നതാണ് കേരളത്തിലെ ആസ്വാദകരുടെ പൊതുവായ അല്ലെങ്കിൽ സാമാന്യമായ നിലപാട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അഭിവാദനങ്ങൾ.